ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ഓണം ഗെറ്റ് റെഡി മീ ചെയ്താലോ. എൻ്റെ ഒരു മോഡേൺ ഓണം ഗെറ്റ് റെഡി മീ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടൈമില്ല, എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് വേണം ഓണസദ്യ കഴിച്ചിട്ട് പടത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് നമുക്ക് വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് തന്നെ നമുക്ക് മുടി ഒന്ന് കെട്ടി വയ്ക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഞാൻ ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് കണ്ടോ, ലൈറ്റായിട്ട് അറിയാത്ത പോലെ. ഫോൺ നോക്കി മേക്കപ്പ് ഇടാൻ കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. കുഴപ്പമില്ല, ലൈറ്റായിട്ടൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡിയാണ്. ഞാൻ ഡെയിലി ചെയ്യാറുള്ള പോലത്തെ ഒരു മേക്കപ്പാണ് കേട്ടോ. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിച്ചു തരാം. ഇത് ഇട്ടാൽ തന്നെ കഴിഞ്ഞല്ല മേക്കപ്പ്. ഒരു ഇഞ്ചിട്ടാ ഞാൻ ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ഈ ലിപ് ബാം ഒന്ന് ഒപ്പി കൊടുക്കണം. ഈ ടിഷ്യൂ വെച്ചിട്ട് ലിപ് ബാം ഇട്ടത് ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ്പ് ഡ്രൈ ആവാണ്ടിരിക്കാനും അതേപോലെ ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ കൂടി നമുക്ക് ലിപ് ബാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. ഡ്രൈ ആവില്ല ലിപ്പ്. ലിപ് ബാം ഇട്ടിപ്പോൾ കണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ കഴിഞ്ഞ ദിവസം മേക്കപ്പ് കണ്ടോ, പൊട്ടിയിടേണ്ട ആവശ്യമേ ഇല്ല. എല്ലായിടത്തും നന്നായിട്ട് ഇട്ടിട്ട് ആക്കി കൊടുക്കുക. കണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഈ ലിപ്സ്റ്റിക്കും ഇൻസൈറ്റിൻ്റെ ഒരു ഈ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കും അതേപോലെ ഫേസസ് കാനഡേൻ്റെ ഈ ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറ്. ഇത് ഇട്ടപ്പോൾ തന്നെ രസമാണ്. കുറച്ച് കഴിഞ്ഞ് കുറച്ചൊരു ബ്രൗൺ പോലെ ഇട്ട് വരും ഈ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഷെയ്ഡാണ്, ഈ ഷെയ്ഡും കൂടിയും ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നല്ല ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്, ഈ രണ്ട് കളറ്. ഞാൻ ഇതെന്നല്ല, ഞാൻ ഏത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരുവിധം എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ രണ്ട് കളർ വെച്ച് മിക്സ് ആക്കിയിട്ടിട്ട് എന്ന് വെച്ചാൽ രണ്ട് കളറ് ആക്കിയിട്ട് ഞാൻ വേറൊരു ഷെയ്ഡാക്കി എടുക്കുക ചെയ്യാറ്. എനിക്ക് ഇഷ്ടമുള്ളൊരു മെറൂൺ റെഡിഷ് പോലത്തെ ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്. ആ ഷെയ്ഡ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കളർ വെച്ചിട്ട് എപ്പോഴും മിക്സ് ആക്കിയിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യാറ്. എൻ്റെ അടുത്ത് അത് കാരണം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആണോ, ലിപ്സ്റ്റിക്ക് ഇട്ടിപ്പോൾ കണ്ട മാറിയത് ഒരു പൊട്ടിയിട്ട എഫക്റ്റും അതേപോലെ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ ഫേസ് ഉണ്ട് മാറിയത്. അടുത്തത് നമുക്ക് ഞാൻ കണ്ണെഴുതി കൊടുക്കാറില്ല. എനിക്ക് കണ്ണെഴുതാൻ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പണ്ടേക്ക് ഞാൻ നന്നായിട്ട് കണ്ണെഴുതായിരുന്നു. ഇപ്പം എനിക്ക് കണ്ണെഴുതാനേ ഇഷ്ടമില്ല. കണ്ണെഴുതി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഉണ്ട് വേറെ ആയി പോണ പോലെ എനിക്ക് തോന്നും. പിന്നെ ഞാനിപ്പോൾ ട്രഡീഷണൽ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും ഒന്നിനും ഞാൻ കണ്ണെഴുതില്ല. പകരത്തിന് ഞാൻ ഈ മസ്കാര ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്യും. കാരണം അല്ലെങ്കിൽ ഒരു ഉറക്കത്തുനിന്ന് എനിക്ക് പോലെ ഫേസ് ഡള്ളായ പോലെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മസ്കാര ഇട്ട് കൊടുക്കും. മസ്കാര ഇട്ട് കൊടുത്താൽ കണ്ടോ നോക്കിക്കോളോ, മസ്കാര ഇട്ട് കൊടുത്താൽ കണ്ണെഴുതിയില്ലെങ്കിലും നമുക്ക് ഡൾനെസ് ഫീൽ ചെയ്യില്ല. എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് മേക്കപ്പ് ചെയ്യാനും അതേപോലെ വീഡിയോ എടുക്കാനൊക്കെ. ഞാൻ എന്തിനറിയും ഫസ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നത്, എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാലേ അറിയുള്ളൂ പിന്നെ അടുത്തത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കുറഞ്ഞ് എന്തൊക്കെ കൂടി എന്നൊക്കെ അറിയുള്ളൂ. ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ കണ്ടോ ഇനി എന്തിട്ടാ ചെയ്യണ്ടേന്നൊക്കെ അറിയുള്ളൂ. എനിക്കങ്ങനെയാണ്.
ലിപ്സ്റ്റിക് എങ്ങനെയാണ്? നിങ്ങളാരെങ്കിലും ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്നവരുണ്ടാവും. സാധാരണ എല്ലാവരും ലാസ്റ്റല്ലേ ലിപ്സ്റ്റിക്, എനിക്ക് ഫസ്റ്റ് ഇടണം. കണ്ടോ ഗൈസ്, മസ്കാര ഇട്ടാൽ തന്നെ കണ്ടോ ലാഷ് എക്സ്റ്റൻഷൻ വെച്ച പോലെ കണ്ടോ നിൽക്കണ കണ്ടോ. കണ്ണ് ഇതാത്തൊരു ഡൾനെസ് മാറി കിട്ടും മസ്കാര ഇട്ട് കഴിഞ്ഞാൽ. അടുത്ത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇത് സുടി പോലത്തെ ബ്ലഷാണ് കഴിയാറ്. ബ്ലഷ് ഇട്ട് കൊടുക്കാം. എനിക്ക് പിന്നെ ബ്ലഷ് ഇഷ്ടമുണ്ടായിരുന്നില്ല. ബ്ലഷ് ഇട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് എന്തോ പോലെ ആവും. പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്ലഷ്. സാധാരണ ഇവിടെ അല്ലേ ഈ ഒരു ഭാഗത്താണ് ശരിക്കും ബ്ലഷ് ഇട്ട് കൊടുക്കുക. പക്ഷെ എനിക്ക് അവിടെ ഇടാൻ ഇഷ്ടമില്ല. എനിക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ചുക്കി ആവണം, ചുക്കി കുറച്ച് കൂടിപ്പോയില്ല, കുഴപ്പമില്ല. ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പകുതി പൊക്കോളും കുറച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇവിടെ നമ്മുടെ ഈ ഭാഗത്തിൽ ഇവിടെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഈ സെയിം സാധനം തന്നെ വെച്ചിട്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് പണി തീർന്നില്ലേ. ഇതെന്നെ വെച്ചിട്ട് ഐ ഷാഡോ ആക്കി കഴിഞ്ഞാൽ എനിക്ക് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ബ്ലെൻഡർ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം നമുക്ക് നമ്മുടെ ഫേസിൽ എപ്പോഴും നമ്മുടെ കൈയാണ് നമ്മുടെ ബ്ലെൻഡർ. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് ബ്ലെൻഡർ വെച്ചാൽ യൂസ് ചെയ്ത് നമുക്ക് കിട്ടില്ല. കറക്റ്റ് കൈ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കണ്ടോ നന്നായിട്ട് ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കണ്ടോ. നമുക്ക് മുടി ഒന്ന് കെട്ടി കൊടുക്കാം. മുടി കെട്ടി കൊടുക്കല്ല, മുടി ജസ്റ്റ് ഫ്രീ ഹെയർ ഇങ്ങനെ ഇടുള്ളൂ. എനിക്കിങ്ങനെ മുടി കെട്ടി കൊടുക്കാമെന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ. മുടിയിലങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ മുടിയിലും നല്ല പണി. ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഏതിടണം, എന്തിടണം, അത് അങ്ങനെയാണ് എനിക്ക് കൺഫ്യൂഷൻ. മേക്കപ്പ് പെട്ടെന്ന് കഴിയും. ആണോ മുടി ജസ്റ്റ് ഒന്നിങ്ങനെ ഇരി കൊടുത്താൽ കഴിഞ്ഞാൽ മുടിയുടെ കാര്യം കഴിഞ്ഞാൽ മുടി ഇടണം, ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം, ഫ്രണ്ടിക്കിടാലത് പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇരി കൊടുത്തിട്ട മുടിയുടെ കാര്യം കഴിഞ്ഞു. ഗൈസ് നമ്മുടെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ട്രഡീഷണൽ ഓണം, എൻ്റെ ഒരു മോഡേൺ ഓണം. അതാണ് നമുക്ക് ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. മോഡേൺ ഓണം ഔട്ട്ഫിറ്റ് ഇതാണ് തന്നെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി എന്തെങ്കിലും സമയമില്ല, ഞാൻ പോട്ടെ. ഓണസദ്യ കഴിച്ചിട്ട് വേണം പടത്തിന് പോകാനായിട്ട്.